30 കൊല്ലം മുമ്പ് കേട്ടിട്ടുള്ള ഒരു മുദ്രാവാക്യം ഇപ്പോഴും കാതിൽ മുഴങ്ങുന്നുണ്ട്. കൂത്തുപറമ്പിൻ തെരുവീഥികളിൽ ചിതറിയ ചോരത്തുള്ളികളെ തൊടുകുറി ചാർത്തി പറയുന്നു, വീട്ടാ കടം അത് വീട്ടും വരെയും ഇല്ല, ഞങ്ങൾ മറക്കില്ല എന്ന്. ഇതിപ്പോ നിങ്ങൾ മറന്നതാണോ അതോ കടം വീട്ടിയതാണോ? ഇത് സംബന്ധിച്ചുള്ള ഒരു വിവാദത്തിനും ഇപ്പോൾ എന്തെങ്കിലും തരത്തിൽ കാൽക്കാസിന് പ്രസക്തിയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇടതുപക്ഷ രാഷ്ട്രീയം പൊതുവിലും ഇടതുപക്ഷ രാഷ്ട്രീയം വിശേഷിച്ചും വ്യക്തി കേന്ദ്രീകൃതമായിട്ടല്ല ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങളെ വിലയിരുത്താറുള്ളത്. കൂത്തുപറമ്പ് വെടിവെപ്പിന് ആധാരമായത് ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മാത്രം വികലമായ പെരുമാറ്റമെന്ന നിലയിലല്ല. ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള ലേഖന പരമ്പരകളും സമരകാര്യങ്ങളും ഒക്കെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ എന്നേക്കാൾ ഒരു പക്ഷേ മികവോടുകൂടെ അങ്ങയുടെ സ്മരണയിലുണ്ടാകും. ഞാനതിൻ്റെ സൂക്ഷ്മതയിലേക്ക് ആദ്യം മുതൽക്കേ പോകാനുള്ള ശ്രമമല്ല നടത്തുന്നത്. പക്ഷേ ആ സമയത്ത് ഉയർന്നു വന്ന ഏറ്റവും പ്രസക്തമായ മുദ്രാവാക്യം സർക്കാർ മുതൽ കോൺഗ്രസ് ഒരു സൊസൈറ്റി രൂപീകരിച്ച് പല കാലയളവിൽ നടത്തിയിട്ടുള്ളതുപോലെ അന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാർ സർക്കാർ മുതൽ കൊള്ളയടിച്ച് ഒരു കോൺഗ്രസ് മുതലാക്കി സ്വകാര്യ സ്വത്താക്കി മാറ്റാനുള്ള ശ്രമമുണ്ടാകുന്നു. അതിനെതിരെ ഉജ്ജ്വലമായ സമരം പൊട്ടിപ്പുറപ്പെടുന്നു. ആ സമരത്തിന് നേർക്ക് ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ദുഷ്ടമനസ്സോടുകൂടെ അന്നത്തെ UDF നേതൃത്വം ആസൂത്രണം ചെയ്ത ഒരു കൂട്ടക്കൊലയാണ്. ഇന്നയോളം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിധം സംഭവിച്ചിട്ടുള്ള കോൺഗ്രസ് നേതൃത്വം ആസൂത്രണം ചെയ്ത ലക്ഷണമൊത്ത ഒരു കൂട്ടക്കൊലയായിരുന്നു. അന്ന് 5 പേരും പിന്നീട് സഖാവ് പുഷ്പൻ ഉൾപ്പെടെ കേരളത്തിലെ 6 ഉശിരരായ ചെറുപ്പക്കാരുടെ ജീവൻ കവർന്നെടുത്ത വെടിവെപ്പിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ രാഷ്ട്രീയമായ പകപോക്കൽ നടത്തിയത് കേരളത്തിലെ UDF ആയിരുന്നു. അതിൻ്റെ പാത്രമായി അന്നത്തെ ചില പോലീസ് ഉദ്യോഗസ്ഥർ മാറിയെന്നത് മാത്രം. അതിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഈ വെടിവെപ്പിന്റെ പ്രതീകങ്ങളായി ഉയർത്തിക്കാട്ടിയിരുന്ന 2 പേർ, ഒന്ന് അന്നത്തെ DYSP ആയിരുന്ന ഹക്കീം ബത്തേരി, പിന്നീട് അന്ന് ASP ആയിരുന്ന രവത ചന്ദ്രശേഖർ. ഇപ്പോ മാധ്യമങ്ങൾ റവാഡ ചന്ദ്രശേഖർ എന്നാണ് എഴുതുന്നെങ്കിലും അന്ന് രവത എന്നാണ് പത്രങ്ങളും മാധ്യമങ്ങളൊക്കെ എഴുതുക. നരഭോജികൾ എന്ന തലക്കെട്ടിൽ പോസ്റ്റർ ഒട്ടിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്, ആ പോസ്റ്ററുകൾ കണ്ടത്. നരഭോജികൾ എന്ന് കണ്ണൂരും മറ്റു എടുത്ത് ഒട്ടിച്ചിട്ടുണ്ടാവട്ടോ, ഞാൻ കണ്ടതല്ലേ എനിക്ക് പറയാൻ പറ്റൂ. അന്ന് നരഭോജി എന്ന് വിളിച്ച ആളെ ഇന്ന് DGP ആക്കുമ്പോൾ ഒട്ടും മനസാക്ഷി കുത്തില്ലേ എന്നുള്ളതാണ് ചോദ്യം. അല്ല, അവിടെയാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. ഇപ്പോ അങ്ങ് സൂചിപ്പിച്ച ചില പോസ്റ്ററുകളെ സംബന്ധിച്ച് പറഞ്ഞല്ലോ. എൻ്റെ ഓർമ്മയിൽ ഞാൻ കണ്ട ഒരു കമ്മീഷൻ റിപ്പോർട്ടിന്റെ പ്രസക്തമായ ഒരു ഭാഗം 1997 K. പത്മനാഭൻ നായർ എന്ന തലശ്ശേരിയിലെ സെഷൻസ് ജഡ്ജിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന കൂത്തുപറമ്പ് സമരം അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട ജുഡീഷ്യൽ കമ്മീഷനെ സംബന്ധിച്ചുള്ളൊരു വാർത്തയാണ്. ആ വാർത്തയിൽ R. ചന്ദ്രശേഖർ എന്നോ മറ്റുമാണ് ഇദ്ദേഹത്തെ സൂചിപ്പിക്കുന്നത്. എന്തായാലും പേരെന്തുമാവട്ടെ, ഇദ്ദേഹത്തെ സംബന്ധിച്ചായിരുന്നില്ല ഏറ്റവും പ്രസക്തമായി അന്ന് CPIM അതിശക്തമായ വിമർശനം ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഇപ്പോഴും കൂത്തുപറമ്പ് അനുസ്മരണ സംബന്ധമായി കഴിഞ്ഞ പതിറ്റാണ്ടുകളിലെ ഏതു ലേഖനമെടുത്ത് പരിശോധിച്ചാലും ഒന്നാമത്തെ പേരുകാരൻ മന്ത്രികളെ ഒത്താശയോടുകൂടെ കൂട്ടക്കൊല നടത്താൻ എല്ലാ നിയാമികമായ കാര്യങ്ങളെയും ലംഘിച്ചുകൊണ്ട് കൂത്താട്ടം നടത്തിയ ഒന്നാമത്തെ പേരുകാരൻ ഹക്കീം ബത്തേരി എന്ന DYSP ആയിരുന്നു. രണ്ടാമത്തേത് കളക്ടർക്കോ ഡെപ്യൂട്ടി കളക്ടർക്കോ ചുമതല കൊടുക്കാതെ കൂത്തുപറമ്പ് പരിധിയിൽ എവിടെയും അന്ന് സവിശേഷകരമായി ചുമതലയില്ലാതെ കോൺഗ്രസ് ആസൂത്രണത്തിന്റെ ഭാഗമായി അന്ന് ഈ കൃത്യം നിർവഹിക്കാൻ അങ്ങോട്ടേക്ക് എത്തി ഉത്തരവിട്ട ഹൗസിംഗിന്റെ മാത്രം ചുമതലയുണ്ടായിരുന്ന ഡെപ്യൂട്ടി കളക്ടറായിരുന്ന TT ആന്റണി. ഹക്കീം ബത്തേരിയും TT ആന്റണിയും കഴിഞ്ഞിട്ട് മാത്രമായിരുന്നു അങ്ങ് സൂചിപ്പിച്ച ഇപ്പോഴത്തെ പേരുകാരനായിട്ടുള്ള R. ചന്ദ്രശേഖർ എന്നോ റവാഡ ചന്ദ്രശേഖർ എന്നോ രാവൻ ചന്ദ്രശേഖർ എന്നോ ഒക്കെ വിളിക്കാൻ പറ്റുന്ന ഇദ്ദേഹം ആ സമയത്ത് എത്തുന്നത്. ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ IPS ട്രെയിനിങ് പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള ആദ്യ പോസ്റ്റിംഗിന്റെ 2ാം ദിനമാണ് കൂത്തുപറമ്പ് സമരത്തെ സംബന്ധിച്ചുള്ള കോൺഗ്രസ് നേതൃത്വം നൽകിയ കൂട്ടക്കൊലയുണ്ടാകുന്നത്. പക്ഷെ ഇവിടെ ഞാൻ ചൂണ്ടിക്കാണിക്കാനായിരിക്കുന്ന ഒരു പ്രസക്തമായ ഒരു കാര്യം, കൂട്ടക്കൊല നടത്തി കേരള രാഷ്ട്രീയത്തിൽ ഇന്നയോളം കണ്ടിട്ടില്ലാത്ത ഏറ്റവും തെറ്റായ രാഷ്ട്രീയ പ്രയോഗം നടത്തിയ കോൺഗ്രസിന് നേർക്ക് ഇപ്പോഴും പല ആളുകൾക്കും ഇത്തരം ഒരു സമീപനമില്ല. മറിച്ച് ചുമതലയേറ്റ് 2ാം ദിവസം മാത്രം സംഭവിച്ചിട്ടുള്ള ഈ കാര്യങ്ങളുടെ മറവിൽ അന്ന് പ്രതിയാർത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്ന് DGP ആയി മാറുന്നതിനെ സംബന്ധിച്ച് അത് ചൂണ്ടിക്കാട്ടി ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ആക്രമിക്കാൻ കഴിയുമോ? ആങ്കറിന്റെ ഓർമ്മയിലില്ലേ ഇദ്ദേഹം പിന്നീടുള്ള ഇടതുപക്ഷ ഗവൺമെന്റുകളുടെ കാലയളവിൽ ഏതൊക്കെ പദവികളിലേക്ക് എത്തി, സുപ്രധാന പദവി അലങ്കരിക്കുന്ന പല റാങ്കുകളിലേക്കും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുകളുടെ കാലയളവിൽ തന്നെ ഇദ്ദേഹം പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടില്ലേ? അന്ന് എന്താ ഇത്തരം ഒരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടില്ല? അന്ന് എന്താ ഇദ്ദേഹത്തെ സംബന്ധിച്ച് 6 ചെറുപ്പക്കാരെ, നിരായുധരായ 6 ചെറുപ്പക്കാരെ കൊന്നുകളഞ്ഞ കോൺഗ്രസ് ഗൂഢാലോചനയുടെ നടത്തിപ്പുകാരൻ എന്ന പട്ടം ഇപ്പോഴത്തെ അഭിനവ DGPക്കെതിരെ ചാർത്തി കൊടുക്കാൻ എന്തേ അന്നത്തെ കോൺഗ്രസ് കോൺഗ്രസിനോട് ചോദിക്കാം. പക്ഷേ ഈ പറയുന്ന മഗ്നാനിമിറ്റി ഉണ്ടല്ലോ,
ചാർജ് എടുത്ത രണ്ടാമത്തെ ദിവസം സർക്കാരിന്റെ ഉത്തരവ് നടപ്പാക്കാൻ വിധേയനായ ഒരു ഉദ്യോഗസ്ഥൻ പാവം എന്ന ആ വിശാല മനസ്കത അന്ന് കാണിച്ചില്ല കേട്ടോ. അന്ന് റവാഡ ചന്ദ്രശേഖരനെ അല്ലെങ്കിൽ രവത ചന്ദ്രശേഖരനെ പറയാനൊന്നും ബാക്കിയില്ല. സസ്പെൻഷനിലായിരുന്നു ആ ഉദ്യോഗസ്ഥൻ. ഞാനിപ്പോ അദ്ദേഹം കുറ്റക്കാരനാണോ അല്ലയോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അന്നൊരാനുകൂല്യവും അന്നൊരാനുകൂല്യവും ഒരു മഹാമനസ്കതയും കാണിച്ചിട്ടില്ല ആ ഉദ്യോഗസ്ഥനോട്. ഇപ്പോഴും ഒരു ആനുകൂല്യമില്ല, ഒരു സംശയമില്ല. അങ്ങ് മനസ്സിലാക്കണം, ഇപ്പോഴും ഒരു ആനുകൂല്യവും ഇല്ല. ഇപ്പോൾ ആ പട്ടികയിൽ തന്നെയുള്ള മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അങ്ങ് സമീപത്ത് കേട്ട ഒരു വാർത്താ സമ്മേളനങ്ങളൊന്നും അന്ന് കണ്ടില്ലേ? ഇപ്പോഴത്തെ CPIM-ന്റെ കുത്തുപറമ്പ് ഏരിയ സെക്രട്ടറിയെ പോലീസ് സ്റ്റേഷനുള്ളിൽ വെച്ച് ജീവശവമാക്കുന്നിടത്തോളം മർദ്ദനത്തിന് നേതൃത്വം നൽകിയ മറ്റൊരാൾ ഈ പട്ടികയിലുണ്ട്. അങ്ങനെ എത്ര പേർ പോലീസിന്റെ പട്ടികയിൽ ഉണ്ടാകും? അവരോടൊക്കെ ഏത് കാലവും സ്വീകരിക്കുന്ന സമീപനമിനായിരുന്നോ? അതുകൊണ്ടല്ലേ ഞാൻ അങ്ങയോട് സൂചിപ്പിച്ചല്ലോ, സഖാവ് VS-ന്റെ കാലയളവിൽ, പിന്നീടുള്ള ഇടതുപക്ഷ ഗവൺമെന്റുകളുടെ കാലയളവിൽ ഈ സൂചിപ്പിച്ച പോലീസിലെ പേരുകാർ പല പ്രധാനപ്പെട്ട പദവികളിലേക്കും വന്നിട്ടുണ്ട്. അവരെ ആരെയും കോടതി കുറ്റക്കാരനായി വിധിക്കാത്തത്തോളം കാലം ജനകീയ വിചാരണ നടത്തി ജനകീയ കോടതിയിൽ തൂക്കിക്കൊല്ലാൻ നമുക്കാർക്കും ഉത്തരവിടാൻ അർഹതയും അവകാശവുമില്ലല്ലോ. അത് നമ്മുടെ മുമ്പിൽ സുചിന്തിതമായ ഒരു കാര്യമായി ചരിത്രത്തിൽ എല്ലാ കാലവും ഉള്ളതല്ലേ?